ഗാസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു. അതിനിടെ നിർണായക നീക്കവുമായി ഹമാസ് എത്തി. തടവിലാക്കിയിട്ടുള്ള ഇസ്രായേൽ ബന്ദികളുടെ ചിത്രം ഹമാസ് പുറത്തുവിട്ടു. വിടവാങ്ങൽ ചിത്രമെന്ന അടിക്കുറിപ്പോടെയാണ് 48 ബന്ദികളുടെ ചിത്രം ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രായേൽ ഗസയിൽ ആക്രമണം ശക്തമാക്കുന്നതിനിടെയാണ് ഹമാസിൻ്റെ നിർണായക നീക്കം. ജീവനോടെയുള്ളവരുടെയും മരിച്ചവരുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ബന്ദികൾക്കും ഒരേ പേരാണ് നൽകിയിരിക്കുന്നത്. 1986 പിടിക്കപ്പെട്ട റോൺ ആരാദ് എന്ന ഇസ്രായേൽ വ്യോമസേനാ ഉദ്യോഗസ്ഥൻ്റെ പേരാണ് എല്ലാ ബന്ദികൾക്കും നൽകിയിരിക്കുന്നത്. പേരിനൊപ്പം എല്ലാവർക്കും നമ്പറും നൽകിയിട്ടുണ്ട്. ഹമാസ് പുറത്തിറക്കിയ ചിത്രത്തിനൊപ്പം ഒരു വാചകം കൂടിയുണ്ടായിരുന്നു. നെതന്യാഹുവിൻ്റെ വിസമ്മതവും സമീറിൻ്റെ കീഴടങ്ങലും കാരണം ഗാസ സിറ്റിയിൽ സൈനിക നടപടി ആരംഭിക്കുമ്പോൾ ഒരു വിടവാങ്ങൽ ചിത്രം. ഇങ്ങനെയാണ് ബന്ദികളുടെ ചിത്രങ്ങൾക്കൊപ്പം കുറിച്ചിരിക്കുന്നത്. തടവുകാരെ ഗാസ നഗരത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ താമസിപ്പിച്ചിട്ടുണ്ടെന്നും അൽ-ഖസം ബ്രിഗേഡിൻ്റെ പ്രസ്താവനയിൽ പറയുന്നു. ബന്ദികളുടെ ജീവൻ നെതന്യാഹുവിൻ്റെ കയ്യിലാണെന്ന സൂചനയും അൽ-ഖസം ബ്രിഗേഡിൻ്റെ പ്രസ്താവനയിലുണ്ട്. നെതന്യാഹു ബന്ദികളെ കൊല്ലാൻ തീരുമാനിക്കാത്തിടത്തോളം കാലം അവരുടെ ജീവനെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയില്ല. ഇങ്ങനെയാണ് പ്രസ്താവനയിൽ പറയുന്നത്. ഹമാസ് പിടികൂടിയ 48 ബന്ദികളിൽ 20 പേർ മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ചിത്രം പുറത്തു വന്നതോടെ ഇസ്രായേൽ നഗരങ്ങളിൽ നെതന്യാഹു വിരുദ്ധ പ്രക്ഷോഭം കൂടുതൽ ശക്തമായി. ജെറുസലേമിൽ നെതന്യാഹുവിൻ്റെ വസതിക്ക് മുന്നിലും ടെൽ-അവീവിൽ ലിക്കുഡ് പാർട്ടി ആസ്ഥാനത്തും വൻ പ്രതിഷേധ റാലി അരങ്ങേറി. അതിനിടയിൽ ഗാസയിൽ കൂട്ടക്കുരുതിയുമായി മുന്നോട്ടു പോവുകയാണ് ഇസ്രായേൽ. കഴിഞ്ഞ ദിവസം മാത്രം കൊല്ലപ്പെട്ടത് കുഞ്ഞുങ്ങളടക്കം 84 പേരാണ്. ബോംബുകൾ ഉപയോഗിച്ച് സിവിലിയൻ കേന്ദ്രങ്ങളിലെ കെട്ടിടങ്ങൾ ഇടിച്ചു തകർക്കുകയാണ് ഹമാസ്. 5 ലക്ഷത്തോളം പേരാണ് ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഗാസ സിറ്റിയിൽ നിന്ന് പലായനം ചെയ്തത്. ഇസ്രായേൽ സേന സുരക്ഷിതമെന്ന് പറഞ്ഞ തെക്കൻ ഗാസയിലെ മവാസിയിൽ ജനജീവിതം ദുരിതം നിറഞ്ഞതാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ടെൻറ്റുകൾ പോലുമില്ലാതെ 10,000 ജീവിതം തള്ളി നീക്കുകയാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ നടുക്കം രേഖപ്പെടുത്തിയിരിക്കുകയാണ് UN സെക്രട്ടറി ജനറൽ. ആയുസിൽ കണ്ട ഏറ്റവും മോശം തകർച്ചയെന്നാണ് അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത്. മനുഷ്യർക്ക് താമസിക്കാൻ പറ്റാത്ത ഇടമായി ഗാസയെ മാറ്റിയെടുക്കുകയാണ്. ഏറ്റവും മോശമായ മരണവും തകർച്ചയുമാണ് ഗാസയിൽ കാണുന്നത്. ഇസ്രായേലിൻ്റെ ഭീഷണിക്ക് അന്താരാഷ്ട്ര സമൂഹം വഴങ്ങരുതെന്നും അദ്ദേഹം പറഞ്ഞു. 2024 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള വെടിനിർത്തൽ സമയത്ത് ഹമാസ് 30 ബന്ദികളെ മോചിപ്പിച്ചു. 20 ഇസ്രായേലി സിവിലിയന്മാർ, 5 സൈനികർ, 5 തായ് പൗരന്മാർ എന്നിവരെയാണ് വിട്ടയച്ചത്. കൊല്ലപ്പെട്ട 8 ഇസ്രായേൽ ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകി. മേയിൽ അമേരിക്കൻ ഇസ്രായേൽ ബന്ദികളെയും വിട്ടയച്ചു. പകരം ഇസ്രായേൽ 2000 തടവുകാരെയും മോചിപ്പിച്ചു. അതിനിടെ ഇസ്രായേലിന് US വൻ തിരിച്ചടി നേരിടാൻ പോകുന്നു. ഐക്യരാഷ്ട്ര സംഘടന പൊതുസഭ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് 10 രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ രാഷ്ട്രപതി അംഗീകരിക്കും. ബ്രിട്ടൻ, ബെൽജിയം, കാനഡ, ഫ്രാൻസ്, പോർച്ചുഗൽ, അൻഡോറ, മാൾട്ട, ഓസ്ട്രേലിയ, ലക്സംബർഗ്, സാൻ മറിയോ തുടങ്ങി 10 രാജ്യങ്ങളാണ് പലസ്തീനെ അംഗീകരിക്കുക.